കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 24 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ് എന്നോട് ക്ഷമിക്കുക, ഇന്നലെ നമുക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ടായിരുന്നു ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. എന്തായാലും ഇന്ന് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നോക്കാം നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് ആർത്തൻ്റെ പ്രീവിയസ് ലൈഫായുള്ള ഗ്രേയുടെ ലൈഫായിരുന്നു കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ ഗ്രേയും അവൻ്റെ എതിരാടെയുള്ള വാലിയറും കൂടെ ആ ഒരു അരീനയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് വിറീനാണ് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, നിനക്ക് ഓൾറെഡി പ്രിൻസസ് കാതലിനെ അറിയാമായിരിക്കും. പ്രിൻസസ് കാതലിൻ്റെ ഗാർഡിയനാണ് ഹെസൈഡ് ഫ്ലെയിംസ്വർത്ത്. എന്ത് ഫ്ലെയിംസ്വത്തോ? അപ്പോൾ നിനക്ക് എൻ്റെ ഫാമിലിയായിട്ട് അത്യാവശ്യം പരിചയമുണ്ടെന്ന് തോന്നുന്നു. അതെ, നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഫാമിലിനെ പറ്റി എനിക്കറിയാം. കാര്യം ജാസ്മിൻ്റെ ഫാമിലി ആയിരുന്നല്ലോ നമ്മുടെ ഫ്ലെയിംസ്വർത്ത്. പക്ഷേ കാതൽ നിന്നിവിടെ കണ്ടത് ഞാൻ ശരിക്കും സർപ്രൈസായി. അല്ല, നീ എന്താണ് ഇവിടേക്ക് വന്നത്? ഞാനിവിടേക്ക് വന്നത് നിന്നെ ട്രെയിൻ ചെയ്യാനായിട്ടാണ്. ആൻഡ് നിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാനോ? ഓ മൈ അപ്പോളജീസ്, ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ ഓറ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. സൈറസ് വെച്ച് കണ്ട പോലെയല്ല. അവൾക്കിപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം പോലുമില്ല. കമാൻഡർ വീറിനാണ് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞത്. ആൻഡ് എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പ്രിൻസസിനെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാണും. എൻ്റെ പണി അത്രയും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ആൻഡ് അതുമാത്രമല്ല, അവൾ നല്ല ഒരു ഐസ് അഫിനിറ്റി കോൺജറാണ്. സോ അവൾക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിലവിലുള്ളൊരു ഡാർക്ക് യെല്ലോ സ്റ്റേജിലാണുള്ളത്. ഞാൻ ഒക്കേഷണലി മാസ്റ്റർ വേരിയുടെ കീഴിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് ട്രെയിൻ ചെയ്യാനായിട്ട്. ആൻഡ് ആ ഒരു സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആർത്താർ. ആ സമയത്താണ് അവൻ പറഞ്ഞത്, ഒരു പ്രിൻസസും ഒരു നൈറ്റും ക്ലാസിക്കുള്ള പേർ തന്നെ. യങ് ജനറൽ, താങ്കളെ കണ്ടതിൽ സന്തോഷം പറഞ്ഞിട്ട് ഒരുത്തൻ കൈ നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എൻ്റെ പേര് ബഹൻ മോഡ് ലോങ്കർ എന്നാണ്. നിനക്കെന്നെ ബഹൻ എന്ന് വിളിക്കാൻ സാധിക്കും. ഇവൻ്റെ കൈ, ഇവൻ ശരിക്കും സ്ട്രോങ്ങർ ആണ്. നോട്ട് ബാഡ്. കേൾഫർ ബഹൻ അവൻ അത്ര നിസാരക്കാരനല്ല. ഒന്നുമില്ലെങ്കിലും ചുമ്മാതല്ലോ അവൻ ഏറ്റവും യങ്ങസ്റ്റ് ലാൻസ് ആയി മാറിയത്. നിന്റെ ഈ മസിൽ തലയായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും കേട്ടോ. പിന്നെ ആർത്തർ, ഈ മസിൽ തലൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവനെ കണ്ടാൽ തോന്നിയില്ലെങ്കിൽ എർത്ത് അഫിനിറ്റിലി അവൻ ചെറിയൊരു പുലി തന്നെയാണ്. അല്ലടാ, എൻ്റെ ലുക്കിന് എന്നാണ് പ്രശ്നം നിനക്കറിയാവോ? എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ലേഡീസും എൻ്റെ പുറകിൽ തന്നെ വരും. ഓ, നിൻ്റെ ലുക്കിനെ പറ്റി ആരും പറഞ്ഞില്ല. നീ അത്ര സെൻസിറ്റീവ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഈ ഡോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് എനിക്ക് മനസ്സിൽ ഒരു ഡൗട്ട് തന്നെയാണ്. വേറെ ഇനി ഇത്ര നന്നായിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് റാഡിസിനെ അവൻ റെപ്രസെൻറ്റീവായിട്ട് തിരഞ്ഞെടുത്തത്? ഭാഗത്തിന് തിരഞ്ഞെടുത്താൽ പോരായിരുന്നോ? അല്ല, പക്ഷേ ഡോഗ്സുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കാറുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. കോപ്പ്, ഞാനിവിടെ ഒരു റേസിസ്റ്റ് ആകുവാണോ? ആ സമയത്ത് പിന്നെ വിറിയം പറയും ചെയ്യും, ആർത്തർ ആൻഡ് ഇവന്റെ പേര് കെമസ് ചെൽട്രിയോൺ എന്നാണ്. വേണ്ട, അവനൊന്നും ഇനി അറിയേണ്ട കാര്യമില്ല. ഞാൻ അവനെ ട്രെയിൻ ചെയ്യാനല്ലേ വന്നത്. എൻ്റെ പേര് മാത്രം അവൻ അറിഞ്ഞാൽ മതി. അതുകൊള്ള വിറിയൻ്റെ ഇടയ്ക്ക് എതിർത്ത് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ. അതിനർത്ഥം വിറിയനോട്ട് ആ നല്ല പരിചയം കാണും, അത്രത്തോളം തന്നെ ബ്രേവുമായിരിക്കും. പക്ഷേ ഇത്തരം കെയർലെസ് ആയിട്ടുള്ള ഒരു എൽഫിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അടുത്ത കുറച്ച് നാൾ നീ എന്തായാലും ഇവരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നീ നന്നായിട്ട് പരിചയപ്പെട്ടോളാം. പിന്നെ എമിലിയനും കൂടെ ഞാൻ ഇവിടേക്ക് അയക്കുന്നുണ്ട്. പുള്ളിക്കാരെയും ബാക്കിയുള്ളവർക്കും കൂടെ നിങ്ങൾ നോക്കിക്കോളും. ആ സമയത്ത് എമിലി എന്നിട്ട് പറയും ചെയ്യും, ആർത്തർ ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ആർത്തറിൻ്റെ ശരീരത്തിൽ കുറേയധികം എക്യുപ്മെൻറ്റ്സ് അവൾ വെച്ച് കെട്ടുന്നുണ്ട്. അല്ല, ഈ ഡ്രസ്സൊക്കെ ഇടുന്ന വേണം ഞാൻ ട്രെയിൻ ചെയ്യാനായിട്ട്? അത് വേണം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്കല്ലേ? പിന്നെ എമിലിയക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ജനറൽ ആർത്തർ, താങ്കൾ കുറച്ച് നേരം ഒന്ന് അനങ്ങാൻ നിൽക്കണം. എന്നിട്ട് പുള്ളിക്കാരി എന്തോന്നും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, സ്കാൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കാൻസോ? എന്ത് സ്കാൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എമിലിയാട്ടെ പുറകിലുള്ള കുറേ പെട്ടിയൊക്കെ പൊട്ടിച്ച് കളയുന്നത്. നിങ്ങളെല്ലാവരും എന്തായാലും നോട്ടീസ് ചെയ്തിടണം, ഈ റൂമിൽ തന്നെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി എക്യുപ്പൈഡ് ആണ്. ആൻഡ് ഇത് സ്പെഷ്യലി ആർത്തറിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി സെറ്റാക്കിയതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ആർത്തർ ഒരു കോഡ്ര 11 മേജാണ്. പക്ഷേ അവന് ബേസിക്കലി 2 എണ്ണം മാത്രമേ പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളതിൽ ഒരു പ്രോഗ്രസ് പോലും ഇല്ല. ബാക്കിയുള്ള ലാൻസ് വെച്ച് നോക്കാറുണ്ട് ഇവൻ ശരിക്കും പുറകിൽ തന്നെയാണ്. ഇതെല്ലാം ആർത്തറിന്റെ നെഞ്ചത്തൊക്കെയാണ് കുത്തി കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആർത്തറിന്റെ ഈ ഡ്യുവൽ എലമെന്റ് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത്, എമിലി മതിയടി, ഇനി പറയണ്ട. അല്ല, നീ ആശുരോസായിട്ട് ശരിക്കും ട്രെയിൻ ചെയ്തതല്ലേ? അവിടെ വെച്ച് ട്രെയിൻ ചെയ്തായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി അജുമിനേറ്റഡും പിന്നെ ക്ലോസ് കോമ്പാറ്റും ആയിരുന്നു. എമിലി പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ കൂടുതൽ റിലേ ചെയ്യുന്നത് ഐസും ലൈറ്റ്നിങ് മാജിക്കുമാണ്. നിങ്ങളോട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് വേണം എനിക്ക് ബാക്കിയുള്ളതും അതേപോലെ യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല മറ്റൊരു എലമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ 4 യൂസ് ചെയ്യുന്നു. ജനറൽ ആർത്തറിന്റെ മെന്റൽ കപ്പാസിറ്റി നിന്നെ പോലെ ആയിരിക്കത്തില്ല, അതാണ് കാര്യം. എന്ത് മെന്റൽ കപ്പാസിറ്റിയോ? തള്ള, നീ എന്റെ നേരെ കുരക്കില്ല കേട്ടാ. നിക്ക് നിങ്ങളുടെ എനർജിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തൽക്കാലം നിങ്ങൾ പരസ്പരം കൂടാതെ ഇവിടേക്ക് നിങ്ങളുടെ എനർജി ഒന്ന് ചാനൽ ചെയ്തതാ. ഇതൊരു മാന ഇൻഫ്യൂസ്
റേഡിയസ്റ്റ് ക്രിസ്റ്റലാണ്, ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫുള്ള് പവർ അപ്പ് ചെയ്യാനായിട്ട്. ആ സമയത്ത് തന്നെ എൽഫ് ഇങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഷോ ഓഫ് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരു അറ്റാക്ക് അവിടെ ഒന്ന് വീഴുകയും അതായിട്ട് ആ ഒരു മെഷീൻ ഓൺ ആകുന്നുണ്ട്. അപ്പാരറ്റസ് എന്തായാലും ഓൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫ്ലെയിം സോർത്ത് ഉണ്ടല്ലോ പുള്ളിക്കാരി വന്ന് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആർത്തർ പറയും ചെയ്യും അവളൊരു മാസീവ് വളരെ ഫയർ ബേസ്ഡ് അറ്റാക്കാണ് ചെയ്തത്. പക്ഷെ ഒരു പൊടിക്ക് ചൂട് പോലും ഇല്ല. സോ അത്രത്തോളം കൺട്രോൾ അവൾക്ക് അവരുടെ എലമെന്റിലുണ്ട്. അടുത്ത സെക്കൻഡ് നമ്മുടെ ബഹണം വന്ന് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എമിലി പറയും ചെയ്യും എൽഡേഴ്സ് നിങ്ങളുടെ എന്തൂസിയാസം എനിക്ക് മനസ്സിലായി, പക്ഷേ അത് നശിപ്പിച്ചേക്കല്ലേ ഏട്ടാ, ഞാൻ ഇത്ര ഒരു കോണ്ടസ്റ്റ് എന്ന രീതിയിലല്ല പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലായിട്ടാണ് ഒരു റിയൽ മാനിന് എല്ലാം ഒരു കോണ്ടസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തൻ്റെ പവർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് നടന്നു പോകും. അപ്പോഴാണ് എമിലി പറഞ്ഞത് പ്രിൻസസ് കാതലിൻ ഇനി താങ്കൾ കൂടെ മതി, പിന്നെ താങ്കൾ ഇത്രയും പവർ കൊടുക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നില്ല അവൾ എന്തായാലും തോറ്റു കൊടുക്കാനും തയ്യാറായിരിക്കരുതെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് ഒരു മാസീവ് ആളൊരു ഐസ് ഡ്രാഗനെ അവൾ അങ്ങോട്ട് വിടുന്നുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ്ലി പവറപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ പവറപ്പ് ആയെന്ന് പറഞ്ഞിട്ട് അവളവിടെ ഒരു ബട്ടൺ പിടിച്ച് നിൽക്കുകയും ചെയ്യും. പെട്ടെന്നാണ് അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായത്. അല്ല ഇതെന്താണ്, അതൊക്കെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ട്രെയിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താലോ? ആ സമയത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെ വേണം ചെയ്യാനായിട്ട്? ഒരു നല്ലൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് നന്നായിട്ട് മേടിക്കാൻ നിർത്താണ്. ഈ സമയത്ത് തന്നെ ആർത്തർ ചിരിച്ചുകൊണ്ട് റെഡി ആയിട്ട് പറയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഈ സമയത്ത് തന്നെ ആർത്തർ റെഡി ആയിട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ അവൻ്റെ പ്രീവിയസ് വല്ല ഗ്രേ ആ ഒരു ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കാതലിൻ്റെ ടീമിനാണ്. അവനായിട്ട് കാണുന്നുണ്ട് കോപ്പ് കയ്യിൽ നിന്ന് പോയല്ലോ. ഈ സമയത്ത് തന്നെ അവൻ്റെ ആക്സ് താഴ്ത്തൊന്നും വീണാകത്ത് ബാക്കിയുള്ളവർ ഈ നോക്കി ചിരിക്കുന്നുണ്ട്. നീ എന്തായാലും നിന്റെ ഗ്രിപ്പ് ശരിക്കും ടൈറ്റ് ആക്കി വെക്കണം. എന്തായാലും ഇന്നത്തെ ട്രെയിനിങ് ഇത് മതി. കണ്ടോ ഉറപ്പായിട്ട് ഒരു ദിവസം ഞാൻ നിന്നെ തോപ്പിക്കും. നമുക്ക് കണ്ടറിയാം. ഹെഡ് ടെസ്സി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു എൽഫ് അവിടേക്ക് വരികയും ചെയ്യും. താങ്കൾക്ക് ഒരു ട്രാൻസ്മിഷൻ സ്ക്രോൾ ഉണ്ട്, ഇത് റീസെൻ്റ്ലി വന്നതാണ്. അങ്ങനെയാണോ? അല്ല ഇത് ഗ്രാൻഡ് പേയിൽ നിന്നാണല്ലോ. എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ടെസ്സിയ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ക്യാസിലെ കുറച്ചധികം അപ്ഡേറ്റ്സ് അറിയിക്കാനായിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. ആർത്തർ റിക്കവർ ആയിട്ടുണ്ട്. അവനവൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 2 മാസം അവൻ ട്രെയിനിങ്ങിലായിരിക്കും. സത്യം പറഞ്ഞാൽ അവനെ ട്രിക്ക് ചെയ്താണ് ഇത് വാക്കായിപ്പിച്ചത്. പിന്നെ നിനക്കറിയാവുന്ന കുറച്ച് പേരായിരിക്കും അവനെ ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഹെസ്റ്റർ, ക്യാമസ്, ബഹണ്ട്, അതേപോലെ തന്നെ നിന്റെ കൂട്ടുകാരില്ലേ കാതലിൻ. എന്ത് കാതലിനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ടെസ്സി ഒന്ന് ചാടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാതലിനെയാണ്. കാതലിൻ ചെയ്യുന്ന അറ്റാക്ക് ആർത്തർ കംപ്ലീറ്റ്ലി തന്റെ ഹീറ്റ് യൂസ് ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്യും. പെട്ടെന്നായിരുന്നു നമ്മുടെ ഫ്ലെയിം സോത്ത് ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നത്. അവനാട്ടെ അത് ഡോഡ് ചെയ്ത് മറന്ന് നോക്കിയപ്പോഴാണ് അവന്റെ കാലിന്റെ താഴത്തുള്ള ആ ഒരു മണ്ണ് സ്ലൈഡ് അവന്റെ താഴത്തേക്ക് വീഴാൻ പോയത്. സൂക്ഷിക്കണം ജനറൽ, എപ്പോഴാണെങ്കിലും നിന്റെ കാലിൽ തന്നെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അവൻ നേരെ താഴത്തേക്ക് ഒന്ന് നിന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ആ ഫയർ എല്ലാം പുള്ളിക്കാരൻ്റെ ബ്ലൂ ഫ്ലെയിംസ് കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയും. ഞാൻ വിചാരിച്ചത് താങ്കൾക്ക് ഇത്ര മസിലുള്ള കാരണം ചീപ്പ് ട്രിക്സ് ഒന്നും യൂസ് ചെയ്യലെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു ബാറ്റിലല്ലേ. ആ സമയത്ത് ആ ഒരു എൽഫ് പറയുന്നുണ്ട് ഒരു കോൺജറിനെ സംബന്ധിച്ചുള്ള ലെസൺ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആർത്തറാട്ടെ അത് ബ്ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് പോകുന്നിടത്താണ് പുള്ളിക്കാരൻ പറയുന്നത് എപ്പോഴും അൺപ്രഡിക്റ്റബിളായി നിൽക്കണം. ഈ സമയത്ത് തന്നെ അവൻ്റെ അറ്റാക്ക് ഒരു വലിയൊരു ചുഴലിക്കാറ്റായി മാറി. കോപ്പ് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഒരാളുടെ പോലും അടുത്തേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ. ഈ സമയത്ത് തന്നെ ആർത്തർ ബാക്കിലേക്ക് ചാടിയപ്പോൾ കാതലിൻ്റെ ഐസും ആർത്തറിനെ തേടി വന്നു. പക്ഷെ ആർത്തർ പുള്ളിക്കാരൻ്റെ ഫ്ലെയിംസ് യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്ലെയിംസ് പുറത്ത് പുള്ളിക്കാരുടെ ബ്ലൂ ഫ്ലെയിംസ് യൂസ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ആർത്തർ ശരിക്കും ഞെട്ടി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എമിലി പറയും ചെയ്യും ഞാൻ ആദ്യമായിട്ടാണ് ആർത്തർ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കാണുന്നത്. നീ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ വാട്സൺ? പിന്നെ അല്ലാതെ താങ്കൾ തന്നെ നോക്കി മരിയ, ആർത്തർ ഉറപ്പായിട്ടും ഇനിയും ടഫായി മാറും ഈ ഒരു ട്രെയിനിങ് കഴിയാൻ നേരത്ത്. കാര്യം സയൻസ് അല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവർക്കെല്ലാവർക്കും ശരിക്കും ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുമാത്രമല്ല അവരുടെ ഓരോ അറ്റാക്സും കംപ്ലീറ്റ്ലി കോർഡിനേറ്റഡുമാണ്. ഈ സമയത്ത് തന്നെ ആർത്തർ മുമ്പിലേക്ക് ഓടാൻ വേണ്ടി തൻ്റെ കാലെടുത്ത് വെച്ചപ്പോഴാണ് അവിടുത്തെ ആ ഒരു എയർ ചേഞ്ച് ആയി ആ നേരെ ബാക്കിലേക്ക് തെന്നി വീഴുന്നത്. ഈ സമയത്ത് തന്നെ ഒരു വലിയൊരു കൂടാരം പോലെ വന്ന് അവർ 4 പേരും ആർത്തറിനെ കംപ്ലീറ്റ്ലി പിടിച്ച് കെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബഹട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായില്ലേ? അതെന്തായാലും നന്നായി. ഇതാണോ ആ ഒരു വണ്ടർ ബോയ് ഇവരും നമ്മളോട് ട്രെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത്? ഇതേ സമയം ആർത്തർ പുള്ളിക്കാരൻ്റെ ഫയർ യൂസ് ചെയ്ത് അവിടെയൊക്കെ ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുത്തി നോക്കുകയും ചെയ്യും. ഇത് ശരിക്കും ഇമ്പ്രസീവുള്ള സ്റ്റഡി ബിൽഡാണ്. ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യുന്നത് കോൺജുറേഷൻ്റെ ഇടയ്ക്കലാണ്. സോ ഞാനും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ താഴത്തേക്ക് അതിൻ്റെ എർത്ത് പൾസ് യൂസ് ചെയ്ത് എല്ലാവരെയും കംപ്ലീറ്റ്ലി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരറ്റാക്ക് അവൻ തേടി വരിക അവനട്ടെ അത് ഡോഡ് ചെയ്യുന്നുണ്ട്. ബഹട്ടിന് അത് സെൻസ് ചെയ്യാൻ സാധിച്ചോ? അപ്പോൾ ഡാർഫ് നിസാരക്കാരനെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അന്ന് കംപ്ലീറ്റ്ലി സ്റ്റീം വരാൻ തുടങ്ങിയത്. പ്രിൻസസ് ഈ മോയ്സ്ചറിൻ്റെ അഡ്വാൻറ്റേജ് താങ്കൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാതലിനാട്ടെ പെട്ടെന്ന് അതെല്ലാം കയ്യിലേക്ക് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായത്. ആ സ്റ്റീമിൻ്റെ അകത്തൂടെ ആർത്തർ പുറത്തേക്ക് വന്നു. ഹലോ ജനറൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്ലെയിം സ്വെർത്ത് ആർത്തറിൻ്റെ
തൊട്ടടുത്ത് വരുന്നിടത്ത് ആ എൽഫ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആർത്തൻ്റെ പുറകിൽ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവനത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിൽ നിന്ന് ഫ്ലെയിം സോത്തിൻ്റെ ആ ഒരു ബ്ലൂ ഫ്ലെയിം വരികയും ചെയ്യും. അവിടേക്ക് ഓടി വന്ന ക്യാദിൽ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ആർത്തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു ബ്ലൂ ഫ്ലെയിമിൻ്റെ അത് പൊതിഞ്ഞു കിട്ടിയിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് ആർത്തർ പുറത്തേക്ക് ചെറിയിട്ട് പറയുകയും ചെയ്യും, അത് ശരിക്കും ക്ലോസ് വൺ ആയിരുന്നു. പ്രിൻസസ്, താങ്കൾ വിഷമിക്കുന്നു വേണ്ട, അവൻ എന്തായാലും ഓക്കെയാണ്. ജനറൽ ആർത്തർ, ഇത് ശരിക്കും ഇംപ്രസീവ് ആയിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഇത് ശരിക്കും ലൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഞാനും അത് എഗ്രി ചെയ്യുന്നു. ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിൽ താങ്കൾക്ക് 2 മാസം കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ നീ മോട്ടിവേറ്റ് ആയില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് ചെയ്യുന്നതിന്. എന്നോട് ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു ബാഡായുള്ള ഹാബിറ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഓപ്പണിൻ്റെ സ്ട്രെങ്തിനനുസരിച്ചാണ് ഫൈറ്റ് ചെയ്യാറ്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ തൻ്റെ റിലം ഹാർട്ട് അങ്ങോട്ട് യൂസ് ചെയ്യും. ആ ഒരു പ്രഷർ അവരുടെ 4 പേരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും. ഇപ്പോൾ അവർ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു എബിലിറ്റി എൻ്റെ മെയിൻ ട്രെയിനിങ്ങിൽ ഞാൻ ഒരിക്കലും യൂസ് ചെയ്യുന്നതല്ല. പക്ഷേ ഇന്നത്തെ സ്പാർ അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് ഇത് യൂസ് ചെയ്യുവാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.